ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ജമ്പിങ് ഔട്ട് ഓഫ് ദ ലൂപ്പാണ്. നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ അതിൽ ഡിസിഷൻ മേക്കിങ്ങും ഫോർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ജമ്പിങ് ഔട്ട് ഓഫ് ദ ലൂപ്പ് നിന്ന് എന്ത് ചെയ്യുക, ജമ്പ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകളെ കുറിച്ചാണ് നമ്മളിന്നിവിടെ പറയുന്നത്. Okay, sometime while executing a loop, it becomes necessary to skip a part of loop or to leave the loop as soon as certain condition become true. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചില സിറ്റുവേഷനിൽ നമുക്ക് എന്തുണ്ടാവും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ലൂപ്പിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് പുറത്തോട്ട് പോകേണ്ടി വരും, സ്കിപ്പ് ചെയ്ത് പോകേണ്ടി വരും. ബാക്കി ടോപ്പിക്ക് അല്ലെങ്കിൽ ബാക്കി ലൈൻസ് എക്സിക്യൂട്ട് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോകേണ്ടി വരും. ചിലപ്പോൾ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മളെന്ത് പറയുന്നത്, ജമ്പിങ് ഔട്ട് ഓഫ് ലൂപ്പ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട്, അതിൽ രണ്ടെണ്ണം ഉണ്ട്, ബ്രേക്കും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യുക, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വെൻ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എൻകൗണ്ടർഡ് ഇൻസൈഡ് എ ലൂപ്പ്, the loop is immediately exit and the program continues to execute with the statement after the loop. അപ്പോൾ നമ്മൾ ലൂപ്പിൻ്റെ ഉള്ളിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രേക്കിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അതിൻ്റെ ബാക്കി വർക്ക് ചെയ്തോ മുഴുവനാക്കിയോ അങ്ങനെയൊന്നും നോക്കില്ല. അവിടെ വെച്ചിട്ട് എന്തുണ്ടാവും, ആ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് ആ ലൂപ്പിൻ്റെ പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യും, പുറത്തുള്ള ഭാഗങ്ങൾ പിന്നെ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ നോക്കിയേ, വൈൽ പുറത്ത് ഞാനൊരു ചെറിയ പ്രോഗ്രാം പോലെ കൊടുത്തിട്ടുണ്ട്. വൈൽ എന്ന് പറഞ്ഞ കണ്ടീഷൻ കൊടുത്തു, സ്റ്റേറ്റ്മെൻറ്റ് 1, 2 ഒക്കെ കൊടുത്തു. എന്നിട്ട് ഈഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിരിക്കുക. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള നമ്പർ 5 എണ്ണം പ്രിൻറ്റ് ചെയ്താൽ മതി. അങ്ങനെയൊക്കെ വരികയാണ്. അങ്ങനെയൊക്കെ വരുന്ന കേസറ്റിൽ എന്ത് ചെയ്യും, നമ്മൾ സാധാരണ നേരത്തെ എഴുതിയ പോലെ i is equal to 1 ഫോർ വൈൽ ലൂപ്പ് i less than or equal to 10 ഒക്കെ കൊടുത്ത് അങ്ങനെ പ്രിൻറ്റ് ചെയ്യുന്നില്ല. ആ പ്രിൻ്റ് എഫ് കൊടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ കൊടുക്കുകയാണ് ഈഫ് എന്ത് ചെയ്യുക, ഒരു n ഈക്വൽ ടു 5 അങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെയാണ് വെച്ചെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, ബ്രേക്ക് കൊടുത്തു. അപ്പോൾ ഓരോ സമയത്ത് പ്രിൻറ്റ് ചെയ്യണ സമയത്തും n is equal to n+1 നമ്മൾ കൊടുക്കും. ഇവിടെ എന്ത് ചെയ്യും, ലൂപ്പ് ഇങ്ങനെ കണ്ട് ചെയ്ത് മുകളിലേക്ക് എത്തി അത് പ്രിൻറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് എന്തുണ്ടാവും, ഈഫ് n 5 ആണോ നോക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് വർക്ക് ചെയ്യും. 5 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ആ കണ്ടീഷൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 5 ആയി കഴിഞ്ഞാൽ പിന്നെ താഴത്തേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യില്ല, നേരെ ബ്രേക്ക് ആവും. മനസ്സിലായി? അപ്പോൾ നമുക്ക് എന്തായി, 5 എണ്ണം പ്രിൻറ്റ് ചെയ്തില്ലേ. അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനി ഒരു എക്സാമ്പിൾ പ്രോഗ്രാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ സംഭവം തന്നെയാണ് ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, റൈറ്റ് എ പ്രോഗ്രാം ടു ഡിസ്പ്ലേ ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 10. നോക്കി, ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. i എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ കൊടുത്തു, x ഈക്വൽ ടു 0, ഫോർ i is equal to 1 അങ്ങനെ കൊടുത്തു. പ്രിൻ്റ് എഫ് കഴിഞ്ഞ ശേഷം നോക്കിയേ, %di കഴിഞ്ഞ ശേഷം i++ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, i ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഫസ്റ്റ് 1 പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് i 1 ആവും. എന്നിട്ട് എന്ത് ചെയ്യും, x ചെക്ക് ചെയ്യും, x 5 ആണോ അല്ല. എന്നിട്ട് എന്തുണ്ടാവും, അടുത്ത ഇൻക്രിമെൻറ്റ് ചെയ്യും, i 2 പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് അപ്പോൾ എന്ത് ചെയ്യും, x ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും, അപ്പോൾ 2 ആകും. 2 സെയിം 5 ആണോ നോക്കും, അല്ല. വീണ്ടും മുകളിൽ പോകും, അങ്ങനെ 3 ആവും, 4 ആവും, 5 ആവും. 5 പ്രിൻറ്റ് ചെയ്തു. 5 പ്രിൻറ്റ് ചെയ്തതിന് ശേഷം എക്സ് എന്തുണ്ടാവും, ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും, x 5 ആയി, x ഈക്വൽ ടു 5, യെസ്, ബ്രേക്ക്. പിന്നെ എന്തുണ്ട്, ലൂപ്പ് പിന്നെയും 10 വരെ പോകാനുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ അവിടെ 5 വരെ എത്തിയിട്ടുള്ളൂ, പിന്നെയുണ്ട്. പക്ഷെ എന്താവില്ല, അത് വർക്ക് ചെയ്യില്ല. ബ്രേക്കിൻ്റെ അവിടെ നിന്ന് എന്തുണ്ടാവും, അത് ലൂപ്പിൻ്റെ പുറത്തോട്ട് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവും, 1 മുതൽ 5 വരെയുള്ള നമ്പറേ കിട്ടുള്ളൂ. ഇപ്പോൾ ബ്രേക്ക് എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലായില്ലേ? ഇങ്ങനെ പല സിറ്റുവേഷൻസും വരുന്നുണ്ട്. നമ്മൾ പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതെന്തുണ്ടാവും, ചിലപ്പം എന്തെങ്കിലും ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം, പ്രോഗ്രാം മുകളിൽ നിന്ന് എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനും എന്തുണ്ടാവും, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ കൊടുക്കണം. റൈറ്റ് എ പ്രോഗ്രാം ടു ഡിസ്പ്ലേ ലാസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ്. അവസാനത്തെ 5 നാച്ചുറൽ നമ്പേഴ്സ് എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, 6, 7, 8, 9, 10 അത് പ്രിൻറ്റ് ചെയ്യാനുള്ളതാണ്.
അപ്പോൾ എന്ത് ചെയ്യണം എക്സ് ഈക്വൽ ടു 1 ഐ ഇസ് ഈക്വൽ ടു 1 കൊടുത്തു, എക്സ് ഈക്വൽ ടു 0 കൊടുത്തു. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ കറക്റ്റാണ്. എക്സ് എന്തുണ്ടാവും 1 ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും എക്സ് 1 ആയിട്ടുണ്ടാവും. എന്നിട്ട് ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എക്സ് 6 വലുതോ അല്ലെങ്കിൽ 6 ആണോ എന്നുള്ളത് നോക്കും. ലാസ്റ്റാണ്. ലാസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലാസ്റ്റ് മുതൽ ലാസ്റ്റത്തെ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന് തുടങ്ങണം, 6ൻ്റെ അവിടുന്ന് അങ്ങോട്ട് പ്രിൻറ്റ് ചെയ്യണം എന്നാണ് അല്ലേ. അപ്പോൾ എന്തുണ്ടാവും കണ്ടീഷൻ നോക്കും, കണ്ടീഷൻ കറക്റ്റാണോ നോക്കും അല്ലേ. എക്സ് എന്താ 1 ആയിട്ടുള്ളൂ, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 കണ്ടീഷനാണോ അല്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോവില്ല. ഐ എന്തുണ്ടാവും 1 ഇൻക്രിമെൻറ്റ് ചെയ്യും, 2 ആകും. ഇവിടെ വരും എക്സ് 1 കൂട്ടും 2 അല്ല. അങ്ങനെ എന്ത് ചെയ്യും 5 എത്തിയതിന് ശേഷം എന്തുണ്ടാവും ഐ 1 ഇൻക്രിമെൻറ്റ് ചെയ്യും 6 ആവും, മുകളിൽ വരും. കണ്ടീഷൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ കറക്റ്റാണ്. ഐ 1 ഇൻക്രിമെൻറ്റ് ചെയ്യും 6 ആയി, എക്സ് എക്സ് 6 ആയി. അപ്പോൾ എന്ത് ചെയ്യും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ഗ്രേറ്റർ ദാൻ അല്ല ഈക്വൽ ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറും, പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യും. പിന്നെ ഐ 1 ഇൻക്രിമെൻറ്റ് ചെയ്യും, പിന്നെ കണ്ടിന്യൂ എന്ന് പറയും. പിന്നെ മുകളിൽ നിന്ന് വയലിൻ്റെ അവിടെ നിന്ന് തുടങ്ങും, കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. ഈഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരും, വീണ്ടും കണ്ടിന്യൂ എടുക്കും, വീണ്ടും മുകളിൽ പോകും. അങ്ങനെ എന്ത് ചെയ്യും കണ്ടിന്യൂ ചെയ്യും. മനസ്സിലായി? അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന്. കാരണം കണ്ടീഷൻ കറക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുള്ളൂ. ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അവിടുന്ന് കണ്ടിന്യൂ എടുക്കും. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 6, 7, 8, 9, 10 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ക്ലാസ് എടുത്ത ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്പിങ് ഔട്ട് ഓഫ് ദി ലൂപ്പാണ്, ബ്രേക്ക് ലൂപ്പും ഫോർ ലൂപ്പും അല്ലേ. ഓക്കെ, താങ്ക് യു.